വാവ് എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന രണ്ട് ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ വിശാലത കിട്ടാനും നമുക്ക് സ്നേഹം ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് സ്നേഹം ലഭിക്കാനും പരസ്പര പിണക്കങ്ങൾ മാറാനും മഈശത്തിൽ ബറക്കത്തുണ്ടാകാനും ഒക്കെ ഉപകരിക്കുന്ന രണ്ട് ഇസ്മുകൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം. ഈ ഇസ്മുകൾ കൃത്യമായി പറയുന്ന രൂപത്തിൽ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അവരുടെ റിസ്ഖിൽ അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കും, മഈശത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്തു കൊടുക്കും, സ്നേഹബന്ധങ്ങൾ അള്ളാഹു ഊട്ടി ഉറപ്പിച്ചു കൊടുക്കും, കുടുംബ ബന്ധങ്ങൾ അള്ളാഹു വലിയ ദൃഢതയുള്ളതാക്കി തീർക്കും, ഉറപ്പുള്ളതാക്കി തീർക്കും, തുടങ്ങിയിട്ട് ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന രണ്ട് പവർഫുള്ളായ ഇസ്മുകൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. അള്ളാഹു നമുക്ക് വലിയ സ്നേഹബന്ധം നിലനിർത്തി തരുമാറാകട്ടെ, വലിയ റാഹത്തും സന്തോഷവും ജീവിതത്തിൽ നൽകുമാറാകട്ടെ, മഈശത്തിന്റെ മാർഗ്ഗങ്ങളൊക്കെ അള്ളാഹു വലിയ ബറക്കത്തുള്ളതാക്കി തരുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, അല്ലാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. എല്ലാവർക്കും സന്തോഷമല്ലേ? അല്ലാഹു എല്ലാവർക്കും സന്തോഷം നിലനിർത്തി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വിഷമങ്ങളൊക്കെ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകട്ടെ. സന്തോഷം അറിയിക്കുന്നവരും ഉണ്ട് ആ കൂട്ടത്തിൽ. ഒരുപാട് ആളുകൾ അവരുടേതായ കാര്യങ്ങളൊക്കെ പരിഹരിച്ചതിൻ്റെ സന്തോഷം അറിയിച്ചവർ. ഇപ്പോൾ ഈ അടുത്തൊരു വീട് വിറ്റുപോകാൻ വെച്ചിരുന്ന ഒരു സഹോദരൻ കുറേ നാളുകളായിട്ട് അത് വിറ്റുപോകുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ എൻ്റെ അടുത്ത് തന്നെ കുറേ വട്ടം അദ്ദേഹം പരാതി പറഞ്ഞു, അതായത് വിഷമം പറഞ്ഞു, ദ്വാരക്കണേന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പരിഹാരം വല്ലതുകൊണ്ടെന്ന് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഒരു പരിഹാരം ചെയ്തു കൊടുത്തു. അൽഹംദുലില്ലാ ആ വീട് വിറ്റു എന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചിരുന്നു. ഇത് അവരുടെ ഒരു സന്തോഷം അറിയിച്ചതാണ്. എന്നെ വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും എന്ത് ചെയ്യാം, ഞാനൊരു സബബായല്ലോ എന്ന് കരുതിയിട്ട് എന്നെ ഒന്ന് അറിയിച്ചു, സന്തോഷം അറിയിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹു കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മളും അതിനൊരു കാരണക്കാരനാകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു റാഹത്താണ്, സന്തോഷമാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ ഇതുപോലെ കേൾക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പലർക്കും നമ്മൾ ഒരുപാട് പരിഹാരം ചെയ്തു കൊടുത്തതുണ്ട്. നിങ്ങളും ദുആ ഇറക്കണം. അവർക്കൊക്കെ അതിൻ്റെ തക്കതായ ഫലം കിട്ടാൻ വേണ്ടി, അതിനൊക്കെ അവർക്ക് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ദുആ ഇറക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് രണ്ട് ഇസ്മുകൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കൊക്കെ ഉപകരിക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന രണ്ട് ഇസ്മുകളാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ആവശ്യമുള്ള രണ്ട് ഇസ്മുകളാണ്. സാധാരണഗതിയിൽ മഈശത്തിൻ്റെ മാർഗ്ഗങ്ങൾ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. മഈശത്തിൻ്റെ മാർഗ്ഗം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ ഉള്ള ഒരു വഴി, ഉദാഹരണം പറഞ്ഞാൽ നല്ല ജോലി, അല്ലേ, ബിസിനസ്, എന്തോ ആയിക്കോട്ടെ, അത് കൃത്യമായിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതം മുന്നോട്ടുള്ള പോക്കിനും വല്ലാത്ത തടസ്സം വരും. അപ്പോൾ അത് കൃത്യമായി കിട്ടണം, റാഹത്തോട് കിട്ടണം, ബറക്കത്ത് കിട്ടണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. നമുക്കൊക്കെ നല്ല ജോലികളും മറ്റൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അതിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്യട്ടെ. ജോലികളില്ലാതെ വിഷമിക്കുന്നവർ, വരുമാന മാർഗ്ഗങ്ങളില്ലാതെ സങ്കടപ്പെടുന്നവർ, അത് ആണാട്ടെ പെണ്ണാട്ടെ ആർക്കാണെങ്കിലും അല്ലാഹു നല്ല സൈറായ സമ്പാദ്യം അല്ലാഹു നൽകട്ടെ, വരുമാന മാർഗ്ഗം തുറന്നു തരട്ടെ. ലിസഅതി റിസ്ഖി വൽ ഐഷി, ജീവിതത്തിൽ വിശാലത ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശാലത ഉണ്ടാകാം. സഅത്ത് എന്ന് പറയുന്നത് വിശാലമാകുക എന്ന്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക, ഇതാണ് വിശാലത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അവർ എന്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ അസ്മാൽപ്പെട്ട വാവ് കൊണ്ട് തുടങ്ങുന്നൊരു ഇസ്മുണ്ട്. ഇത് വാസിഅ എന്ന ഇസ്മ. വാസിഅ വിശാലത ചെയ്യുന്നവൻ, വിശാലമാക്കുന്നവൻ, അത് വാസിഅ. ഖുൽ, ഈ വിശാലത ആഗ്രഹിക്കുന്ന ആളുകൾ പറയണം 137 തവണ. ഈ കണക്ക് എൻ്റെ വകയായി പറയലട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. അതായത് അങ്ങനെ ഒരു കണക്ക് എന്നിട്ടോ, ഇത് ഓരോ കണക്കിനും ഓരോ ഇസ്മുകൾക്കും കൃത്യമായ കണക്കുകൾ മഹത്തുക്കൾ പഠിപ്പിച്ചെന്നുണ്ട്. അതിൻ്റെ കണക്കാണ് 137 തവണ യാ വാസിഉ എന്ന ഇസ്മു അവർ പതിവാക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ, ഞാനോ നിങ്ങളോ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എന്ത് ചെയ്യും, നമ്മുടെ മഈശത്തിൻ്റെ മാർഗ്ഗങ്ങൾ അള്ളാഹു വിശാലമാക്കി തരുന്നതാണ്. നിങ്ങളിത് ജീവിതത്തിൽ പതിവാക്കി നോക്കി, അള്ളാഹു ജീവിതത്തിൽ വലിയ അത്ഭുതം നൽകും ഇൻഷാ അല്ലാഹ്. അല്ലേ, കമൻറ്റുകളൊക്കെ അയക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. എന്തേ അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്ക് പണിക്ക് പോകണ്ടല്ലോ എന്ന്, അങ്ങനെ തെറ്റിദ്ധരിച്ചോ ആരെങ്കിലും, പണിക്ക് പോകണ്ടല്ലോ എന്ന്, പണിക്ക് പോകാതെ വീട്ടിൽ നിന്ന് ദിക്ർ ചൊല്ലി എന്നാൽ കാര്യം നടക്കുമെന്ന്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ബുദ്ധിയുള്ള ഒരാളെങ്കിലും നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ ദിക്ർ ചൊല്ലിയിരുന്നാൽ കാര്യം നടക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനല്ല, മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, റബ്ബിലേക്ക് ഏൽപ്പിക്കണം. ഇല്ലേ, ഒരു സ്വഹാബി എന്ത് ചെയ്തു, ഒട്ടകപ്പുറത്ത് വന്നു, ഒട്ടകത്തെ എന്ത് ചെയ്തു, അഴിച്ചു, എന്ത് ചെയ്തു, അത്ര പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് അതിനെ കെട്ടാതെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത്, ഒട്ടകത്തെ എന്താ കെട്ടാതെ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ, ഞാൻ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ടുണ്ട്, അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന്. ഏൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും വഅലല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹിൻ്റെ മേലല്ല അവൻ ആരുടെ മേലെ തവക്കുലാക്കുക, അവരെ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നത്, ആദ്യം കൊണ്ട് അതിനെ കെട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക, റബ്ബിലേക്ക് തവക്കുലാക്കുക. അതാ വേണ്ടത്, അതാണ് ബുദ്ധിയുള്ളവൻ ചെയ്യുക. അതായത് തവക്കുലാക്കണം, ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഫതവക്കൽ അലല്ലാഹ്, റബ്ബിൻ്റെ മേൽ നിങ്ങൾ തവക്കുലാക്കണം. പക്ഷേ
അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്ത് ചെയ്യുക, വീട്ടിൽ കുത്തിയിരുന്നിട്ട് അള്ളാഹുലേക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ കുടുംബത്തെയും എൻ്റെ വയറിനെയും ഇതാ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, എന്ത് ചെയ്യുക, എനിക്കുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചു തരണം, നീ എനിക്ക് എത്തിച്ചു തരുന്നവനാണ്. ഒരാൾ വീട്ടിൽ വെറുതെ കുത്തിയിരുന്നു തവക്കുലാക്കിയിട്ട്. ഖുർആൻ പറഞ്ഞത് കള്ളമാണോ? ഇയാൾക്ക് അവിടേക്ക് എത്തുമോ? എന്തേലും എത്തുമോ? അള്ളാഹുവിന് കഴിവുണ്ട്, എത്തിച്ചു കൊടുക്കാൻ കഴിവുണ്ട്. എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. എന്നാൽ ഇപ്പം ഞാൻ നിങ്ങളിങ്ങനെ തവക്കുലായി കുത്തിയിരുന്നാൽ നമുക്ക് പട്ടിണി കിടന്ന് മരിക്കാന്നല്ലാതെ വേറെ എന്താ ഉള്ളത് അവിടെ? അതേസമയത്ത് എങ്ങനെ തവക്കുലാക്കേണ്ടത്? നമ്മൾ ജോലിക്ക് പോയി റബ്ബിലേക്ക് തവക്കുലാക്കി, റബ്ബെ എൻ്റെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ, ഞാൻ ജോലിക്ക് പോയിട്ട് എനിക്ക് നല്ല വരുമാനം തരണേ അള്ളാഹ് എന്ന് തവക്കുലാക്കി കഴിഞ്ഞാൽ അള്ളാഹു എൻ്റെ വഴികൾ എളുപ്പമാക്കി തരുക ചെയ്യേണ്ടത്. ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഇസ്മു പറഞ്ഞത് അതിന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ. വിശാലത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ ചൊല്ലിന്നിട്ട് ഒരു പണിക്കും പോകാതെ കുത്തിയിരുന്നവർക്ക് ചെല്ലാൻ പറ്റിയതല്ല. മറിച്ച് എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു ഉമ്മമാരപ്പം ചിലപ്പോൾ സംശയം ചോദിക്കും, ഉസ്താദെ ഞങ്ങൾക്കിപ്പോൾ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ, ഭർത്താക്കന്മാരല്ലേ പോകുന്നത്, നിങ്ങൾ ചൊല്ലിയാൽ മതി. നിങ്ങൾ ചൊല്ലിയിട്ട് ദ്വാരക്കണം, എന്താ അള്ളാഹുവേ എൻ്റെ കെട്ടിയവൻ പണിക്ക് പോയിട്ടുണ്ട്, അദ്ദേഹത്തിന് നീ എന്ത് ചെയ്യണം, സമ്പത്തിൽ ബർക്കത്ത് ചെയ്ത് കൊടുക്കണം, എന്നാലേ അദ്ദേഹം ഞങ്ങൾ നോക്കൂ, ഞങ്ങളുടെ സമ്പാദ്യത്തിൽ ബർക്കത്ത് ചെയ്ത് തരണം, അത് ദ്വാരക്കണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹു ഹസ്ബൻഡിൻ്റെ കെട്ടിയവൻ്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, അള്ളാഹു അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കുമെന്നാണ്. അതിനുള്ള മഴീഷത്തിൻ്റെ മാർഗ്ഗങ്ങൾക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അങ്ങനെ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യുക, അലിസാഅത്തി റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ മറ്റൊരു അമൽ പറഞ്ഞുതരാം. ഈ വാസിഅ എന്ന ഇസ്മ എന്ത് ചെയ്യുക, എഴുതുക. അത് വെള്ളക്കടലാസിലോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഇപ്പോൾ തകിട് പോലത്തെ സംഗതികളിലൊക്കെ എഴുതിയാൽ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് മാഞ്ഞു പോകില്ല. കാരണം ഇത് കുറച്ച് കാലം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാനുള്ള. അപ്പോൾ എന്ത് ചെയ്യേണ്ട, അത് പേപ്പറിലൊക്കെ എഴുതിയാൽ നശിച്ചു പോകും, പെട്ടെന്ന് കീറിപ്പോകാനൊക്കെ കാരണമായിട്ട് കുറച്ച് കട്ടിയുള്ള സംഗതികൾ സ്ഥലത്ത് എഴുതുക. എഴുതുന്ന സമയത്ത് ഓരോ അക്ഷരങ്ങളായിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. വാവ്, അലിഫ്, സീന്, ഐന്, ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതുക. ശേഷം എന്ത് ചെയ്യുക, വഹ്മിൽ ഹുമാക്ക്, നിൻ്റെ കൂടെ അത് ചുമക്കുക, എപ്പോഴും കൂടെ കൊണ്ടു നടക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് നജസ്സൊന്നും ആകാതെ എന്ത് ചെയ്യുക. അതുപോലെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ അത് പബ്ലിക്കായിട്ട് കൊണ്ടുപോകാൻ ഓപ്പണായിരിക്കുന്ന രൂപത്തിലൊന്നും കൊണ്ടുപോകാതിരിക്കാം. പേസിൻ്റെ ഉള്ളിലൊക്കെ സൂക്ഷിച്ച് വെച്ചത് കുഴപ്പമില്ല, കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ എന്ത് ചെയ്യുക, ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, നമ്മുടെ കൂടെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ചെയ്ത് കൊടുക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം. ഇനിയോ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും വാസിഅ എന്ന ഇസ്മ ഉപകരിക്കും. ഈ ഗുഫ്റാനി ദുനൂബി എന്നും മഹാന്മാർ പറഞ്ഞിരുന്നു. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, അയാളുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവുമെന്ന. നമുക്ക് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു മെയിൻ കാരണമാണ് പാപങ്ങൾ അധികരിക്കുക. അപ്പം പാപങ്ങൾ ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അതെ, അക്സിർ മിൻ ദിക്രി യാ വാസിഉൽ മഗ്ഫിറ, യാ വാസിഉൽ മഗ്ഫിറ എന്ന ഇസ്മ അധികരിപ്പിക്കാം. എങ്ങനെ, യാ വാസിഉൽ മഗ്ഫിറ, മഗ്ഫിറത്ത് വിശാലമാക്കി തരുന്നവനായ അള്ളാഹു, വിശാലമായ മഗ്ഫിറത്തിന് ഉടമയായ അള്ളാഹ്, ഇങ്ങനെയൊക്കെ നമുക്ക് അർത്ഥം വെക്കാം. യാ വാസിഉൽ മഗ്ഫിറ, ഈ ഒരു ഇസ്മ അധികരിപ്പിക്കാം, ഈ ഒരു ദിക്ർ ഇങ്ങനെ അധികരിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമുക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് നൽകട്ടെ. അപ്പോൾ വാവ് കൊണ്ട് തുടങ്ങുന്ന ഒരു ഇസ്മ അതാണ് വാസിഉ. അത് ചെയ്യേണ്ട രൂപം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഇസ്മ മറ്റുള്ളവരുടെ മഹബ്ബത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളെ എന്ത് ചെയ്യണം, ആളുകളെ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മെ സ്നേഹിക്കണം. നമ്മുടെ ഇപ്പോൾ കുടുംബം, അതാരാണ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം ഉണ്ടാകാൻ, മക്കൾ മാതാപിതാക്കൾക്കിടയിൽ സ്നേഹം ഉണ്ടാകാൻ, സഹോദരങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകാൻ, ഇങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ അർഹരായ ആളുകൾ അല്ലെങ്കിൽ അതിനെ അനുവദിക്കപ്പെട്ട ആളുകളുടെ സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ളൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്. എന്ത്, ഇഖ്റ മിഅത്ത മറത്തിൻ യാ വദൂദ്. വദൂദ് എന്ന ഇസ്മ, വാവ് കൊണ്ട് തുടങ്ങുന്ന മറ്റൊരു ഇസ്മാണിത്, വദൂദ്. യാ വദൂദ് എന്ന ഇസ്മ 100 തവണ ചൊല്ലണം. അലാ ത്വആമിൻ, ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ, അത് ഭക്ഷണമാകട്ടെ വെള്ളമാകട്ടെ എന്തും ആയിക്കോട്ടെ, കഴിക്കാൻ പറ്റുന്നൊരു സാധനത്തിൽ 100 തവണ എന്ത്, യാ വദൂദ് എന്ന ഇസ്മ ചൊല്ലിയിട്ട് മന്ത്രിക്കുക. എന്നിട്ട് സുമ്മ അത്ഇൻഹു ലിമൻ കാനത് ബൈനഹും അദാവ, പരസ്പരം ശത്രുതയിൽ കഴിയുന്ന, പിണക്കത്തിൽ കഴിയുന്ന, അകൽച്ചയിൽ കഴിയുന്ന ആളുകൾക്ക് അത് ഭക്ഷിക്കാൻ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവരുടെ ഇടയിൽ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ അത് കാരണമായി തീരും. ചിലപ്പോൾ ഈ ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ എത്തിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. എത്രയോ ആളുകൾ എന്നെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞവരുണ്ട്. അവർക്കുള്ളൊരു പരിഹാര മാർഗ്ഗം കൂടിയാണ് ഇൻഷാ അല്ലാഹ് പറഞ്ഞത്. എന്ത്, അവർക്ക് ഈ പിണക്കത്തിൽ കഴിയുന്നപ്പോൾ ഭർത്താവിന് ആഗ്രഹം ഉണ്ടാവും ഭാര്യനെ കൂടെ കൂട്ടണമെന്ന്, പക്ഷേ ഭാര്യ എന്ത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, വേണം ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഭാര്യയ്ക്ക് ആഗ്രഹം ഉണ്ടാവും ഭർത്താവ് തന്നെ മതി എന്നുള്ളത്, ആൾ തന്നെ മതി എന്നുള്ളത്, പക്ഷേ ഇയാൾ എന്ത് ചെയ്യുക, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കാം. അപ്പോൾ അവർക്ക് പരസ്പരം ഖൈറായ രൂപത്തിൽ അടുത്തു പോകാനുള്ളൊരു വഴിയാണെന്ത്, ഇവർക്ക് ആരാണോ ശത്രുതയിൽ നിൽക്കുന്ന ആൾ, അവർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു 100 തവണ യാ വദൂദ് എന്ന ഇസ്മ ചൊല്ലിയിട്ട് ഭക്ഷണത്തിൽ മന്ത്രിച്ചെത്തിയ അവർക്ക് കഴിക്കാൻ കൊടുക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. അത്തരത്തിൽ ടെൻഷൻ അനുഭവിക്കുന്ന, വിഷമത്തിൽ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹബ്ബത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴി കൂടെ പറയുന്നുണ്ട്. ഖുൽ യൗമിയൻ, എല്ലാ ദിവസവും ചൊല്ലണം. എത്ര തവണ? 20 തവണ. 20 മറത്തൻ യാ വദൂദ്. യാ വദൂദ് എന്ന ഇസ്മ ഒരാൾ എല്ലാ ദിവസവും 20 തവണ വീതം മുടങ്ങാതെ ചൊല്ലുന്നുണ്ട് എങ്കിൽ അയാളിലേക്ക് ഒരാളുടെയും വെറുപ്പ് ഉണ്ടാവൂല. ഒരാളും അയാളെ എന്ത് ചെയ്യൂല, ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അയാളെ ഇടങ്ങേറാക്കാനോ വരൂല. അയാളെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
അള്ളാഹു നമ്മുടെ ഇടയിലൊക്കെ സ്നേഹബന്ധം നിലർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഈ പറഞ്ഞ 2 ഇസ്മുകൾ വാസിഅ എന്ന ഇസ്മ, വദൂദ് എന്ന ഇസ്മ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കുക. ഇൻഷാ അല്ലാഹ് വലിയ റാഹത്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, ദുആ വസിയത്തുകളൊക്കെ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ ദുആ ഇറക്കാൻ ദുആ വസിയത്തുകൾ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് മജ്ലിസുകളിലൊക്കെ ദുആ ഇറക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.